ആകെ കുട്ടികൾ 175, ആൺകുട്ടികൾ 109, 66 പെൺകുട്ടികൾ. രക്ഷിതാക്കളുടെ ഇംഗ്ലീഷ് മീഡിയം ഭ്രമമാണ് തങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് സ്കൂൾ പറയുന്നു. കൂടാതെ പുതിയ തലമുറ പുറം നാടുകളിൽ താമസിക്കുന്നതും മറ്റൊരു വെല്ലുവിളിയാണ്. പ്രതിസന്ധികളെ എങ്ങനെയാണ് കണ്ണൂർ ജില്ലയിലെ ഈ കൊച്ചു പള്ളിക്കൂടം മറികടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്വാഗതം ചെയ്യാം ഇടക്കേപ്പുറം UP സ്കൂളിനെ ഈ വേദിയിലേക്ക്. UP സ്കൂൾ ഇടക്കേപ്പുറത്തിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ഇത് ഇടക്കേപ്പുറം UP സ്കൂൾ കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം പഞ്ചായത്തിലെ ഇടക്കേപ്പുറത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജനകീയ കമ്മിറ്റിയാണ് ഇതിന്റെ മാനേജ്മെന്റ്. സർഗാത്മക രചനകളിൽ എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ ഈ വിദ്യാലയം കൈവരിച്ചിട്ടുണ്ട്. പഠന പ്രവർത്തനങ്ങൾ സമൂഹത്തിലെത്തിക്കാൻ പുതുമയാർന്ന പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയം ചെയ്തു വരുന്നുണ്ട്. ജനപ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, കലാ സാംസ്കാരിക പ്രവർത്തകർ ഇവരുടെ കൂട്ടായ്മ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായിട്ടുണ്ട്. മാം, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? സമൂഹ കൂട്ടായ്മ, ഗവേഷണാത്മക പഠന പ്രവർത്തനം, ശുചിത്വവും പോഷകാഹാരവും. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. നിങ്ങളുടെ കുട്ടികളുടെ അഭിപ്രായം എന്താണ് അശ്വിനി? കുട്ടികളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ശ്രദ്ധ കിട്ടുന്നുണ്ടോ ടീച്ചറുടെ? ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞപ്പോൾ നമുക്ക് ടീച്ചർ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ടീച്ചർക്കും അതൊരു നല്ലതാണ്. കുട്ടികൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയും. പക്ഷെ ഇപ്പൊ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് ടീച്ചർ ഓരോരുത്തരുടെ കാര്യത്തിന് ശ്രദ്ധിക്കുന്നുണ്ട്. ടീച്ചർക്ക് നിങ്ങൾ എല്ലാവരുടെയും സ്കൂളിലെ എല്ലാവരുടെയും പേര്, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ അറിയാമോ ടീച്ചർക്ക്? ടീച്ചർക്ക് അറിയാം. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുമോ? ഒരു ദിവസം സ്കൂളിലെ കണ്ടില്ലെങ്കിൽ വീട്ടിൽ അന്വേഷിച്ചു വരുമോ? എന്ത് പറ്റി അശ്വിനിക്ക്, എന്ത് പറ്റി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അന്വേഷിച്ചു വരുമോ? വീട്ടിലേക്ക് അന്വേഷിച്ചു വരില്ല, കൂട്ടുകാരോടൊക്കെ ചോദിക്കും എന്ത് പറ്റി കണ്ടില്ലല്ലോ എന്നല്ലേ. പിന്നെ അതുപോലെ പഠിച്ചോണ്ട് വന്നില്ലെങ്കിലേ ഹോംവർക്ക് ഒക്കെ തരില്ലേ നിങ്ങൾക്ക്? ഇല്ലേ സാൻഡ്ര? തരാറുണ്ട്. ഹോംവർക്ക് എഴുതിക്കൊണ്ട് എന്നില്ലെങ്കിൽ അടിയുള്ളൂ? ഇല്ല. ചീത്ത അറിയോ? വഴക്കറിയോ? കുറച്ച് അല്ലേ? അല്ല, ഹോംവർക്ക് എഴുതിക്കൊണ്ട് വന്നില്ലെങ്കിൽ നന്നായി എന്ന് പറയോ? ഇല്ലല്ലോ, അങ്ങനെ പറയാറില്ല. പിന്നെ എന്ത് പറയും? ഇനി മുതൽ എല്ലാരും എഴുതിക്കൊണ്ടിരുന്നെന്ന് പറയും. ചില സ്കൂളിലൊക്കെ ഞങ്ങൾ കണ്ടതേ, ഹോംവർക്ക് എഴുതാതെ ചിലർക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ഹോംവർക്ക് ചെയ്യാതെ വന്നാൽ ക്ലാസ് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പേ, ഒരു 10-15 മിനിറ്റ് മുമ്പേ അവർ വന്നിട്ട് ഒന്നിച്ചിരുന്ന് ഹോംവർക്ക് ചെയ്യുന്ന ഒരു രീതി ചില സ്കൂളിൽ കണ്ടു. അത് നല്ല രീതിയാണോ? എന്താ അഭിപ്രായം? അപ്പോൾ ബാക്കിയുള്ളവരുടെ നോക്കി എഴുതാൻ ഒരു അവസരം കിട്ടൂല്ലേ? നോക്കി എഴുതാനല്ല, എഴുതി കൊണ്ടുവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് എഴുതാൻ പറ്റും. അതൊന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങളുടെ സ്കൂളിൽ. നിങ്ങൾക്ക് കൂട്ടായിട്ട് ശ്രമിക്കാവുന്ന ഒരു സംഗതിയാണ്. പിന്നെ നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് ഗവേഷണമൊക്കെ നടത്തി എന്ന് പറയുന്നു. എന്താണ് അമൃത, അവിടെ മോൾ എന്തെങ്കിലും ഗവേഷണം നടത്തിയോ? ഗവേഷണാത്മക പ്രവർത്തനം വലിയ വാക്കാണ് കേട്ടോ. എന്താ ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പല ഗവേഷണ പ്രവർത്തനങ്ങൾ. ഗവേഷണം എന്ന് വെച്ചാല് അന്വേഷിച്ച് പഠിക്കുക, അന്വേഷിച്ച് കണ്ടെത്തുക അല്ലേ? അങ്ങനെ എന്താ അന്വേഷിച്ച് കണ്ടെത്തി? മോൾ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു കാര്യം പറയാം. നമ്മൾ സംസ്കൃതത്തിൽ ചിത്രങ്ങൾ ഒട്ടിച്ചിട്ട് അതിന്റെ പേര്. സംസ്കൃതത്തിൽ ചിത്രം ഒട്ടിക്കോ എന്ന് വെച്ചാൽ എന്താ? സംസ്കൃതത്തില് അതിന്റെ പേര് എഴുതാം. സംസ്കൃത പാഠത്തില് അതിനകത്ത് എന്ത് ചിത്രമാണ് കണ്ടുപിടിച്ചത്? ഇങ്ങനെ മൃഗങ്ങള്, പക്ഷികള്, മൃഗങ്ങളുടെയൊക്കെ സംസ്കൃതത്തിലുള്ള പേര് ആണോ? അതൊരു നമ്മുടെ മലയാളത്തില് കാള എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ എന്താ പറയുക? കാളയുടെ ഒരു പടം ഉണ്ടെങ്കിൽ സംസ്കൃതത്തിൽ എന്താ അതിന് പേരൊട്ടിക്കുക? ആലോചിക്കണം കേട്ടോ. പശുവിനോ? പശു സംസ്കൃതമാണോ മലയാളമാണോ? പശു മലയാളമാണ്. പശുവിന് സംസ്കൃതത്തിൽ എന്ത് പറയും? അന്വേഷിക്കണം. അതാണ് ഗവേഷണം കേട്ടോ. നമ്മൾ ചുറ്റും കാണുന്ന സംഗതികൾക്കൊക്കെ സംസ്കൃതത്തിലും അതേ പേര് തന്നെയാണോ അതോ വേറെ പേരാണോ എന്ന് അന്വേഷിക്കണം. നിങ്ങൾ ഹരിത വിദ്യാലയം കാണാറുണ്ടോ? ഉണ്ട്. എത്ര തവണ കണ്ടു? ഇപ്പോൾ എത്ര സ്കൂളുകൾ കണ്ടു കാണും ഏകദേശം? അല്ല, എത്ര ദിവസം കണ്ടു കാണും?
10-15 കണ്ടു കാണും. അപ്പോൾ ഏതെങ്കിലും കണ്ടപ്പോൾ ഈ ഒരു സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസോടെ പറയുന്ന പോലെ നമുക്ക് എന്തേ ഐഡിയ നേരത്തെ തോന്നാഞ്ഞെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എപ്പോഴേലും ഹരിതവിദ്യാലയം കണ്ടപ്പോൾ തോന്നിയോ അയ്യോ ഈ ഐഡിയ എന്തുകൊണ്ട് നമുക്ക് വന്നില്ല, നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ സ്കൂളിൽ ചെയ്തില്ല എന്ന് തോന്നിയോ? നമ്മുടെ തോന്നിട്ടില്ല. എല്ലാം നിങ്ങളുടെ സ്കൂളിലുള്ളതാണോ ഇതുവരെ കണ്ടതെല്ലാം? അങ്ങനെയല്ല, പിന്നെ ഇല്ലാത്തതുണ്ട്. ഇല്ലാത്ത എന്താണ് കണ്ടത്? ഇല്ലാത്തതെന്ന് വിസ്മയ്ക്ക് തോന്നിയ ഒരു കാര്യം പറയുമോ? ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് തോന്നിയിട്ടുള്ളത്? നമ്മൾ സ്കൂളിൽ ഓരോ ടീച്ചർമാർക്ക് ലാപ്ടോപ്പ് ഇല്ല, ക്ലാസ്സിൽ അത് ഇല്ലാന്ന് തോന്നിയിട്ടുണ്ട്. വേറെ ഈ ചില കുട്ടികളൊക്കെ ഹരിതസേന എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ നടത്തുന്നു, കൃഷി നടത്തുന്നു. നമ്മുടെ സ്കൂളിൽ അത് നടക്കുന്നുണ്ട്. എന്തൊക്കെയാ നടത്തുന്നത് നിങ്ങളുടെ സ്കൂളില്? ഹരിതൈക്കോ ക്ലബിന്റെ ഭാഗമായി ഫീൽഡ് ട്രിപ്പ്. ഹരിതസേന ഉണ്ടോ നിങ്ങൾക്കും? അവരെന്തൊക്കെ ചെയ്യും? ഫീൽഡ് ട്രിപ്പ് നടത്താറുണ്ട്. പിന്നെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കുറെ സസ്യങ്ങള്. ഈ മണ്ണ് ഗവേഷണമൊക്കെ അതിന്റെ ഭാഗമായിരുന്നോ? അതെ. അപ്പൊ ശുചിത്വ സേനയുണ്ടോ? ഉണ്ട്. അതിൽ അംഗങ്ങളായിട്ടുള്ള ആരുണ്ട് ഇവിടെ? നമ്മൾ സ്കൂളിലെ എല്ലാവരുടെയും ശുചിത്വത്തെ കുറിച്ചും ക്ലാസ് എന്ന് പറഞ്ഞ ശുചിത്വത്തെ കുറിച്ചും എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് അത് കുറിക്കുന്നത്? എല്ലാവരും ക്ലാസ്സും സ്കൂളിന്റെ പരിസരമൊക്കെ നന്നായി വൃത്തിയാക്കുന്നുണ്ടോ എന്നും സ്വന്തം വ്യക്തി ശുചിത്വം പാലിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ. അതെങ്ങനെ വ്യക്തി ശുചിത്വം പാലിക്കണ്ടോന്ന് നോക്കുന്നത്? എനിക്ക് വ്യക്തി ശുചിത്വം ഉണ്ടോന്ന് എങ്ങനെ നോക്കും ഒന്ന് പറയുക? നമ്മള് നഖം നോക്കാറുണ്ട്, നഖം മുറിക്കുന്നുണ്ടോ. നഖം വലിയ കുഴപ്പമില്ല. പിന്നെ വസ്ത്രം, നല്ല വൃത്തിയുള്ള വസ്ത്രം അലക്കി. പിന്നെ അതായത് യൂണിഫോം എന്നും അലക്കിയതായിരിക്കണം എന്നല്ലേ? പിന്നെ പിന്നെ മുടിയൊക്കെ കെട്ടി വൃത്തിയായി. കെട്ടാൻ മറന്നുപോയി ഇന്ന്. പിന്നെ മുടി അഴിച്ചിട്ടാൽ അതിനർത്ഥം ശുചിത്വം ഇല്ലെന്നാണോ? അങ്ങനെയല്ല, ഇത് നിങ്ങളുടെ യൂണിഫോമിന്റെ ഭാഗമാണോ രണ്ടായിട്ട് മുടി പിന്നിടണം എന്നുള്ളത്? അതെ. അപ്പൊ പിന്നെ വേറെന്ത് നോക്കും? കാല് വൃത്തിയാണോ നോക്കുവോ? നോക്കും. കുളിച്ചിട്ടുണ്ടോ നോക്കുവോ? നോക്കലുണ്ട്. അതെങ്ങനെ നോക്കുന്നത്? നല്ല സോപ്പിന്റെ മണം ഉണ്ടോന്നോ അങ്ങനെയാണോ? അങ്ങനെയല്ല, നമ്മളെ കണ്ടാ തിരി ഇങ്ങനെ ഒരു ഉഷാറൊന്നുമില്ലാണ്ട്. അങ്ങനെ കണ്ടാ കുളിച്ചാന്ന് തോന്നണം അല്ലേ? പിന്നെ പിന്നെ വേറെന്തൊക്കെ ചെയ്യും ശുചിത്വ സേന? ടോയ്ലറ്റ് ഒക്കെ പോയി നോക്കുവോ നിങ്ങള്? നോക്കാറുണ്ട്. ആണോ? ഇപ്പൊ ഈ ആഹാരം കഴിക്കുമ്പോഴോ? ആഹാരം കഴിക്കുമ്പോൾ പിള്ളേരെല്ലാം നന്നായിട്ടാണോ കഴിക്കുന്നത്? എങ്ങനെയാ നോക്കുന്നത്? നന്നായിട്ട് തന്നെയാണ് എല്ലാരും കഴിക്കുന്നത്. എല്ലാരും നന്നായിട്ടാണോ കഴിക്കുന്നത്? ആരെങ്കിലും കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലോ? അത് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ? പാത്രത്തിൽ കുറെ മിച്ചം വെച്ചെങ്കിലൊക്കെ എന്ത് ചെയ്യും? അത് അവരെ ബോധവാന്മാരാക്കും. ബോധവാന്മാരാക്കുമോ? എങ്ങനെയാണത്? അവർക്ക് ബോധം കൊടുക്കുന്നത് എങ്ങനെയാണ്? ചോറിന്റെ വില എന്താണ്? വില ചോറിന്റെ ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ ഓരോ ദിവസവും മാറുന്ന അരിയുടെ വില പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. എങ്ങനെയാണത്? അങ്ങനെയല്ല, അതിന് അന്നത്തിനുള്ള വില പറഞ്ഞു കൊടുക്കും. അന്നത്തിന്റെ വില? അന്നം, ചോറിന്റെ വിലയല്ല, അന്നത്തിന്റെ വില പറഞ്ഞു കൊടുക്കും. അതെങ്ങനെയാ? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഇപ്പൊ കൊറേ കുട്ടികൾ ഭക്ഷണം കഴിക്കാണ്ട് പട്ടിണി കിടക്കുന്നുണ്ട്. അന്നേരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചാടിയാല് അവര് കഴിക്കാണ്ട് നിൽക്കുന്നില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കോ? 5ൽ പഠിക്കുന്ന ആരാണ്? സാന്ദ്ര മോളെ, ഇത് പഠിച്ചോ? ഒരു കൃഷിക്കാരന് 2 പുത്രന്മാരുണ്ടായിരുന്നു എന്നൊക്കെയുള്ള പഠിച്ചോ? എന്താ അതിന്റെ പേര്? മുടിയനായ പുത്രൻ. അത് എവിടെ നിന്ന് എടുത്ത കഥയാ? ബൈബിൾ കഥ. ബൈബിൾ കഥ. എന്താ ഈ ബൈബിൾ എന്ന് പറഞ്ഞാല്? ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ഗ്രന്ഥം. ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ഗ്രന്ഥം. അപ്പോ അച്ഛൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? സ്വീകരിച്ചത് നന്നായിന്നോ മോശമായിന്നോ മോളെ അഭിപ്രായം? എന്തായാലും സ്വീകരിക്കേണ്ടി തന്നെയാണ്. സ്വന്തം മോനെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അപ്പം അച്ഛൻ തന്നെയല്ലേ, അപ്പൊ നന്നാക്കേണ്ട കടമ. അച്ഛനും കടമയുണ്ടല്ലോ അല്ലേ? ശരി. കുഞ്ഞിനോട് ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞപ്പോ കുഞ്ഞ് ഇങ്ങോട്ട് പറയുന്നു ഞാൻ അതെടുത്തില്ലേ? ഇല്ലേ? അങ്ങനെ ഒരു കഥ പഠിക്കുന്നില്ല മോളെ? ആരെഴുതിയത്? പെരുമ്പടവം ശ്രീധരൻ. പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു വളരെ പ്രസിദ്ധമായൊരു നോവലുണ്ടല്ലോ, അതിന്റെ പേരറിയാവോ? ഒരു സങ്കീർത്തനം പോലെ. ഒരു സങ്കീർത്തനം പോലെ. ഈ കണ്ണൂരിലെയും മലയാളത്തിലെ വളരെ പ്രശസ്തനായ മുതിർന്ന തലമുറയിലെ ഒരു കഥാകൃത്ത് താമസിക്കുന്നുണ്ടല്ലോ, ആരെ അറിയാവോ? അദ്ദേഹം കഥ മാത്രമേ എഴുതാറുള്ളൂ. അതാ ക്ലൂ. യെസ്. എന്താ പറഞ്ഞേ? ടി പത്മനാഭൻ.
ഈ PTA പ്രവർത്തനങ്ങൾ വായിച്ചിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഒരു PTA വിചാരിച്ചാൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ടീച്ചേഴ്സിന് ഒരു ജോലിയില്ല. കാരണം കമ്പ്യൂട്ടർ ലാബ് സ്ഥാപിച്ചു, വായനാ പരിപോഷണം, സർഗശേഷി വികസനം എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കാൻ നേതൃത്വം നൽകി, കുട്ടികളുടെ സർഗരചനകൾ സമാഹരിച്ച് കുന്നുമണി എന്ന പേരിൽ മാഗസിൻ പ്രസിദ്ധീകരിച്ചു. ഇങ്ങനെ PTA ഒരു പ്രവർത്തനങ്ങളുടെ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും PTA ആഭിമുഖ്യത്തിൽ തന്നെ തന്നെയാണ്. നമ്മൾ ഇറക്കിയൊരു പുസ്തകം നാട്ടുപാതയിലൂടെ എന്ന് പറഞ്ഞൊരു പുസ്തകം നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും വിൽപ്പന നടത്തുന്നുണ്ട്. കുട്ടികളുടെ സൃഷ്ടികൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത്. അതിപ്പം വിപണിയിൽ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ശുചിത്വം ആരോഗ്യം പദ്ധതി എന്ന രീതിയിൽ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് പോഷകാഹാരം കൊടുക്കുക എന്ന ആ കാഴ്ചപ്പാട് വ്യത്യസ്തമായ രീതിയിൽ നല്ല രീതിയിലുള്ള ഭക്ഷ്യ വസ്തുക്കൾ അവർ എങ്ങനെ ഉണ്ട് തിരിച്ചറിയണം എന്നുള്ളതും അതിൻ്റെ ഉൽപ്പാദനം എങ്ങനെ ആവണം എന്നുള്ളൊരു സന്ദേശം കൂടി ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അത് വളരെ സന്തോഷം. കാരണം ഇത്രയൊക്കെ ഒരു PTA-ക്കും ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്നത് കുട്ടികൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന പല പ്രവർത്തനങ്ങളും മറ്റു സ്കൂളുകൾ അധ്യാപകരുടെ ഒരു താല്പര്യപ്രകാരം അല്ലെങ്കിൽ അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അപ്പം നിങ്ങളുടെ രീതിയിൽ രക്ഷിതാക്കൾ ഇത്രയൊക്കെ സ്വന്തം കുട്ടികൾക്ക് വേണ്ടി അതൊരു സമൂഹത്തിന് വേണ്ടി കൊടുക്കുന്നു എന്നുള്ളതൊരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. പ്രത്യേക അഭിനന്ദനങ്ങൾ. പക്ഷേ അതേസമയം തന്നെ ഈ കുട്ടികൾക്ക് നോട്ട്ബുക്ക് വിതരണം, യൂണിഫോം വിതരണം അതൊക്കെ മറ്റ് പല സ്കൂളുകളും വളരെ ഫലപ്രദമായിട്ട് നടപ്പാക്കുന്നുണ്ട്. നിങ്ങളെന്താണ് അക്കാര്യത്തിൽ ശ്രദ്ധിക്കാതെ? കാരണം കുട്ടികളൊരു ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനുള്ളൊരു കടമ കൂടി ഈ ഒരു കൂട്ടായ്മയ്ക്കുണ്ട്. പുസ്തകം നിർമ്മിച്ച് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ തന്നെ കാണിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അത് കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ പക്ഷെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇല്ല എന്നാണ്. അല്ല, ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് നോട്ട്ബുക്ക് നിർമ്മിച്ച് സൗജന്യ നോട്ട്ബുക്ക് വിതരണം, അതിന് വില ഈടാക്കിയല്ലേ അത് വിൽക്കുന്നത്? അതെ, അത് കുട്ടികളുടെ ഒരു ഉൽപ്പന്നമായിട്ടാണ് ഞങ്ങളത് ഇറക്കുന്നത്. അത് കുട്ടികൾക്ക് സൗജന്യമായി നൽകാനുള്ളൊരു സാമ്പത്തിക സാഹചര്യം തൽക്കാലം നമുക്കില്ലാത്തതുകൊണ്ട് കുട്ടികൾ അത് ഉണ്ടാക്കുകയും അത് പൊതുവിപണിയിലടക്കം നമ്മൾ വിൽപ്പന നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൽ സോപ്പ് നിർമ്മാണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടപ്പോൾ വിചാരിച്ചത് സോപ്പ് ആക്ച്വലായിട്ട് നിങ്ങൾ നിർമ്മിക്കുന്നു, അല്ലെ നോട്ട്ബുക്ക് നിങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ഞാൻ ധരിച്ചത്. നോട്ട് ബുക്ക് നമ്മുടെ സ്കൂളിലേക്ക് വേണ്ടുന്ന മുഴുവൻ കുട്ടികൾക്കും വേണ്ടുന്ന മുഴുവൻ നോട്ട് ബുക്കും കുട്ടികൾ തന്നെയാണ് തയ്യാറാക്കുന്നത്. അത് ഈ അവധിക്കാലത്ത് സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് കുട്ടികൾ, എല്ലാ കുട്ടികൾക്കും അറിയാം നോട്ട് ബുക്ക് തുന്നാൻ അറിയാം, പക്ഷെ കുറച്ച് കുട്ടികൾ വെച്ചിട്ടാണ് നമ്മൾ നോട്ട് ബുക്ക് തയ്യാറാക്കുക. തെയ്യം കാണാൻ പോകാറുണ്ടോ? ഉണ്ട്. എത്ര തരം തെയ്യമുണ്ട്? കുറേ ഉണ്ട്. കുറെ എണ്ണത്തെ പേര് പറ. തീപ്പൊട്ടൻ, ഗുളികൻ, പൊട്ടൻ തെയ്യം, വേടൻ, തീച്ചാമുണ്ടി, മാരിത്തെയ്യം. മാരിത്തെയ്യം ഇപ്പൊ ഇല്ല, പണ്ട് ഉണ്ടായിനി. എന്താണ് ഇപ്പം ഉണ്ടാവാണ്ടിരിക്കാൻ കാരണം? ആ തെയ്യം കാണാണ്ടാവാനുള്ള കാരണം എന്താണ്? അതിനുള്ള അവകാശം ഒരു സാധാരണക്കാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഹരിജൻസിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അവരിപ്പം ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഇപ്പം കുറവാണത്. ഇനി എടക്കേപ്പുറം UP സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. എടക്കേപ്പുറം UP സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 92 out of 100.